ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടൊരു റൈസ് റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റുള്ള റൈസ് റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ റൈസ് തയ്യാറാക്കുന്നത്. ബിരിയാണി റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കാം. ഒരു ബേലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പുതിന, മല്ലിയില ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു. കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിസിൽ വന്നിടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷർ കളയണം. ഇതിപ്പോൾ ഇവിടെ കുഴഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. നല്ല ചൂടാണ്. അപ്പോൾ ചൂടാറി വരുമ്പോൾ റെഡി ആയിക്കോളും, കുഴപ്പമില്ല. ഇപ്പോൾ ഇതിവിടെ കുറച്ച് കുഴഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും പാടില്ല. ബോൺലെസ് കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗീ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ സവാള ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം, ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പേസ്റ്റ് ചേർത്തിയുടൻ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ പേസ്റ്റ് പോലെയാണല്ലോ. ഇത് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ പൊടി പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ ആയി വരും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പേസ്റ്റ് ആക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. ഈ സമയം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 5-6 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കാം. തക്കാളി വെന്തുടഞ്ഞ് വരട്ടെ.
ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റൊക്കെ വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ ഒരു ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് മുട്ട വറുത്തെടുത്ത പോലെയില്ലേ, മുട്ട ചിക്കി എടുത്തതുപോലെ. മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. അപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട്, ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു സ്പേസ് ആക്കിയിട്ട് അവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയല്ല, വേണമെങ്കിൽ 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കനും മുട്ടയൊക്കെ ആയിട്ട് വരുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. മുട്ടയിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 സെക്കൻഡിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് മുട്ട ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില വിതറിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റൈസാണ് ഇത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമേ ഇല്ല. കുറച്ച് ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്